ഡയലോഗില്ല, സ്ക്രീൻ ടൈം ഇല്ല, പക്ഷേ സിനിമ കഴിഞ്ഞിട്ടും ആളുകൾ ഓർക്കുന്നുണ്ട്. ലൂസിഫറിലും ഉണ്ടായിരുന്നു, 2018 ഉണ്ടായിരുന്നു, എമ്പുരാനിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പേട്രിയറ്റിലും വീണ്ടും അതേ അവസ്ഥ. മലയാള സിനിമയിലെ നായികയായിരുന്ന സൂസു സുധീവാത്മീകത്തിലൂടെ പലരുടെയും ക്രഷായി മാറിയ ശിവദ എങ്ങനെ മിന്നായം സ്റ്റാറായി മാറിയെന്ന് നിങ്ങൾക്കറിയാമോ? ഫാസിൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നായികയാണ് ശിവദ. നായികയായി അരങ്ങേറിയ ആദ്യ ചിത്രം ലിവിംഗ് ടുഗദർ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും പിന്നീട് മോളിവുഡിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ ശിവദയ്ക്ക് സാധിച്ചു. സൂസു സുധീവാത്മീകത്തിലൂടെയാണ് ശിവദ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത്. മലയാളത്തിന് പുറമെ മികച്ച സിനിമകളുടെ ഭാഗമാകാൻ ശിവദയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തിടെയായി ശിവദ ഭാഗമാകുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. ലൂസിഫർ, എമ്പുരാൻ, 2018 എന്നിങ്ങനെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പേട്രിയറ്റിൽ വരെ ശിവദയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഈ സിനിമകളിലെല്ലാം വെറുതെ വന്നു പോകുന്ന വേഷമാണ് ശിവദയുടേത്. ലൂസിഫറിൽ ഇന്ദ്രജിത്തിന്റെ പങ്കാളിയായ ശ്രീലേഖ എന്ന കഥാപാത്രമായാണ് ശിവദ പ്രത്യക്ഷപ്പെട്ടത്. 2.25 മണിക്കൂറുള്ള സിനിമയിൽ അവസാനം വെറും 1 മിനിറ്റ് മാത്രമാണ് ശിവദ സ്ക്രീനിൽ വരുന്നത്. ഒരു ഡയലോഗ് പോലും ഇല്ലെങ്കിലും കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു. ലൂസിഫറിന്റെ തുടർച്ചയായ എമ്പുരാനിലും ഈ കഥാപാത്രം ഉണ്ടായിരുന്നു. പ്രത്യേക ക്യാരക്ടർ വീഡിയോ വരെ പുറത്തുവിട്ടിരുന്നുവെങ്കിലും ആ വീഡിയോയുടെ ദൈർഘ്യം പോലും എമ്പുരാനിൽ ശിവദയ്ക്ക് ലഭിച്ചിരുന്നില്ല. പുലിമുരുകനെ തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ 2018 ശിവദയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഭാര്യയായാണ് ശിവദ വേഷമിട്ടത്. 3 സീനിൽ മാത്രമായിരുന്നു ശിവദയുടെ കഥാപാത്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. ചെറുതെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രകടനമായിരുന്നു ശിവദയുടേത്. ഇതിനിടയ്ക്ക് സണ്ണി എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന സണ്ണി എന്ന യുവാവിന്റെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത്. ജയസൂര്യയായിരുന്നു ചിത്രത്തിൽ നായകൻ. ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്ന് സ്വയം കരുതുന്ന സണ്ണി ഒരു ഹോട്ടലിൽ ക്വാറന്റീനിൽ കഴിയുന്നതും അവിടെ വെച്ച് അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഇതിലും ശിവദ ഉണ്ടായിരുന്നു. രൂപം കൊണ്ടല്ല, ശബ്ദം കൊണ്ട്. സിനിമയിൽ ശിവദയെ നേരിട്ട് സ്ക്രീനിൽ കാണാൻ കഴിയില്ല. ജയസൂര്യയുടെ കഥാപാത്രം ഫോണിലൂടെ സംസാരിക്കുന്ന മുൻ ഭാര്യയുടെ ശബ്ദമായാണ് ശിവദ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പേട്രിയറ്റിലും ശിവദയുടെ സാന്നിധ്യമുണ്ട്. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഭാര്യവേഷമായിരുന്നു ശിവദയ്ക്ക്. അതും ഒരു പേര് പോലും ഇല്ലാത്ത കഥാപാത്രമായിരുന്നു പേട്രിയറ്റിൽ. ഇതോടെ മൾട്ടി സ്റ്റാർ സിനിമകളിൽ മിന്നായം പോലെ പ്രത്യക്ഷപ്പെടുന്ന താരമെന്ന് സോഷ്യൽ മീഡിയ ശിവദയെ വിശേഷിപ്പിക്കുകയാണ്. പകൽപൂര സിനിമയിൽ മുകേഷ് പറയുന്ന ഒരു മിന്നായം പോലെ കണ്ടു എന്ന ഡയലോഗാണ് പലരും കമന്റുകളായി ഉപയോഗിക്കുന്നത്. മലയാളം അവരെ ചെറിയ വേഷങ്ങളിൽ ഒതുക്കുമ്പോൾ തമിഴ് സിനിമയിലും അവസ്ഥയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. എങ്കിലും നിദാം ഒരുവാനം, ഗരുഡൻ എന്നീ സിനിമകളിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്ക്രീൻ ടൈം ശിവദയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട്. മികച്ച അഭിനയശേഷിയുള്ള ഒരു സിനിമയെ തോളിലേറ്റാൻ കെൽപ്പുള്ള ഒരു നടിയെ എന്തിനാണ് സംവിധായകർ വെറും ഒരു ഭാര്യാവേഷങ്ങളിൽ മാത്രം ഒതുക്കുന്നത്? വമ്പൻ ഹിറ്റുകളുടെ ഭാഗമാകുന്നത് നല്ലതാണെങ്കിലും ശിവദ എന്ന നടിയിലെ പ്രതിഭയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന വേഷങ്ങൾ മോളിവുഡിൽ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നല്ല പൊട്ടൻഷ്യലുള്ള നടിയെ ഇത്തരം ചെറിയ വേഷങ്ങളിൽ മാത്രം പരിഗണിക്കുന്ന സംവിധായകർക്കെതിരെയും വിമർശനമുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശിവദയെ സിനിമകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.